എല്ലാ മനുഷ്യരുടെ ആഗ്രഹമല്ലേ ഒരു വീട്. ഞാൻ ഗൾഫിന് പോയി കഷ്ടപ്പെട്ട് ഇത്തിരി പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഒരു വീട് വെക്കണം. പക്ഷെ അളിയൻ ഭയങ്കര ഉടക്കാം. എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇതിലെല്ലാം അങ്ങ് പോട്ടെ. വല്ലാത്തൊരു മേച്ചിരിയാണ് ഞാനിപ്പോൾ ഈ പണി ഏൽപ്പിച്ചേക്കുന്നത്. പുള്ളിയെ വിളിച്ച് അതിനെക്കാട്ടി വലിയ നാശം. എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു. നമ്മുടെ ഗ്രഹപ്പഴ സമയം ഇത്. ഹലോ ഹലോ. ആ മേച്ചിരി, നിങ്ങളിതെവിടാ? ഇതാരാ ഇത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പെരയ്ക്ക് കുറ്റി വെക്കണമെന്ന്. എന്നിട്ട് എന്താ വരാത്തെ? നിങ്ങൾ എവിടെ നിൽക്കുവാ? ഞാൻ ഈ പ്ലാവും ചോട്ടി നിൽക്കുവാ. കൊള്ളാം. ഇനി അവിടുന്ന് ചക്ക അളത്തി പറക്കി വേവിച്ച് തിന്നിട്ട് ഇനി എപ്പ വരാനാ? എടാ, നിനക്ക് പ്ലാവും കുറ്റി വേണ്ടായോ? കുറ്റി വെട്ടാൻ നിൽക്കുവാന്ന്. പ്ലാവും കുറ്റി ഒന്നും വേണ്ട, നിങ്ങൾക്ക് വന്നാൽ മതി. കുറ്റിയൊക്കെ ഇവിടെ ഉണ്ട്. ശരി ശരി. വഴി അറിയാമോ? വഴി എനിക്ക് ആ ജംഗ്ഷനിൽ വന്നിട്ട് എങ്ങോട്ടാ വരണ്ടേ? ജംഗ്ഷനിൽ വന്നിട്ടേ ഇച്ചിരി മുമ്പോട്ട് വരുമ്പോൾ വലത്ത് സൈഡിൽ ഒരു ആലുണ്ട്. ആലിന്റെ അവിടുന്ന് ശകലം മുമ്പോട്ട് വരുമ്പോൾ വലത്ത് സൈഡിൽ കാണുന്നത് സോമന്റെ വീടാ. നമ്മുടെ തങ്കമ്മയുടെ വീട്. തങ്കമ്മയുടെ ഭർത്താവായി സോമൻ. അവിടുന്ന് വീണ്ടും മുമ്പോട്ട് പോകണം. മുമ്പോട്ട് ചെല്ലുമ്പോ വീണ്ടും വലത്ത് സൈഡിൽ ഇരിക്കുന്ന വീട് സുരേഷിന്റെയാ. സുരേഷ് നമ്മുടെ വസന്തയുടെ വീടെന്ന് പറ. എടാ, വസന്തയുടെ ഭർത്താവായി സുരേഷ്. എടാ, ഇവന്മാർ രണ്ടുപേരും 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എന്റെ കൂടെ പഠിച്ചെന്ന്. എന്നിട്ടും അവന്മാരുടെ പേര് അവൻ അറിയില്ല. ഹലോ മേശ്രി, പറഞ്ഞോ, കേക്കാമോ? അത് കഴിഞ്ഞ് അടുത്ത പുരയിടമാണ് എന്റേത്. നമ്മുടെ ശരണ്യയുടെ വീട്. ശരണ്യയുടെ ഭർത്താവായി ഞാൻ. ഗൾഫിലല്ലായിരുന്നോടാ? ഞാൻ ഇന്നലെ രാത്രിയല്ലേ വന്നേ. എന്ന് പോവും? അവൻ അതറിയണം. ഹലോ മേശ്രി, നിങ്ങളെ ഇവിടെ വന്ന് കുറ്റി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ. ഞാൻ കുറ്റി വെച്ചിട്ട് നീ അങ്ങ് പൊക്കോ. ഓക്കെ ആണേ? ഓക്കെ. ഞാൻ വരണേ. മേശ്രി, ഞാൻ പറയാൻ കാരണം ഈ അളിയന്റെ കാര്യം എന്ന് വെച്ചോ. ഇത് മേശ്രി, പിന്നെ എങ്ങനെ എന്റെ കാര്യം നടക്കുമെന്ന് പറ. കുറ്റി എന്തിയേ? ചെവക്കുറ്റിയാണോ? അത് ഞാൻ തല്ലി പൊട്ടിക്കും. പൊട്ടിക്കാനെ കൊണ്ട് ഈ കുറ്റി അടുത്തല്ലോ എവിടെ പോയാളിയാ? എന്തോ നിന്റെ പ്ലാൻ? പറഞ്ഞല്ലോ, അളിയനെ കാണിച്ചില്ലല്ലയോ? അളിയ, ഇതാ നമ്മളിപ്പം വെക്കുന്ന പ്ലാന്. വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഒരു 5-6 മുറിയും ഒരു 2-3 സിറ്റ് ഔട്ടും ഒക്കെ വെച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. നിന്റെ വീടിന്റെ പ്ലാൻ അല്ല ഞാൻ ചോദിച്ചു. പിന്നെ എന്തുവാ നിന്റെ ഉദ്ദേശം? കണ്ണീ കുത്തരുത്. ഞാനോ? അല്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ 3 സെന്റിനകത്ത് നല്ലൊരു വീട് വെക്കണം. എന്നിട്ട് പിന്നെ പാലുകാച്ച് നടത്തിയിട്ട് ഗൾഫിലോട്ട് അങ്ങ് പോകണം. നടക്കത്തില്ല മോനെ, നടക്കത്തില്ല. ആരും ഇതുവരെ ഗൾഫിന് നടന്നു പോയിട്ടില്ല. എല്ലാരും ഫ്ലൈറ്റിനായി പോന്നേ. കൂടിട്ട് കളിപ്പിക്കരുതേ. നിന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് ഓഹരി വന്നോ ഈ 3 സെന്റ് സ്ഥലം? ആണോ? അവിടെ ഞാൻ വീട് വെക്കാൻ വെച്ച പൈസ എടുത്തോളം നിനക്ക് ഗൾഫിന് പോകാൻ തന്നേ. നീ എന്നോട് എന്തോ പറഞ്ഞേ? 2 വർഷം കഴിയുമ്പോ തിരിച്ചു തരാന്ന്. അങ്ങനെ പറഞ്ഞേ? ആണോ? ഇപ്പം വർഷം 5 ആയില്ലയോടാ? നീ വന്നിട്ട് നീ ഇപ്പൊ അവിടെ വീട് വെക്കാൻ പോകുന്നു ഇല്ലേ? അപ്പൊ നീ കാണിക്കുന്ന തെറ്റല്ലയോ? ഇത് എന്തുകൊണ്ട് നമ്മൾ സമ്മതിക്കത്തില്ല. എടാ, നിന്റെ ഒന്നും വിളച്ചിൽ എന്റെ അടുത്ത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അത് നീ പറഞ്ഞോ? ഞാനാ പറഞ്ഞേ? വരുന്ന ആളാ. അപ്പൊ നിനക്ക് പറയാൻ പറ്റാതെ നീ പുറത്തുനിന്ന് ആളെ വെച്ച് പറയിപ്പിക്കുക. എന്റെ അളിയാ, ഇത് എനിക്ക് വീടിന് കുറ്റി വെക്കാൻ വന്ന മേശരിയാ. കുത്തുന്ന എനിക്കൊന്ന് കാണണം. എടാ, ഞാൻ പറയുന്നേ ഒന്ന് കേൾക്ക. നീ കട്ട് ചെയ്യ. ഇവിടെ അങ്ങോട്ട് ഇന്നലകളയാ. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. വെച്ചേരെ. ശരി. കാര്യങ്ങളൊക്കെ എന്തുവായി? കാര്യങ്ങളൊക്കെ ഒരുവിധം ആക്കി വെച്ചേക്കുവാ. മേശരി എവിടെ ആയിരുന്നു? ഞാൻ കുറ്റി വെക്കാൻ പോയതില്ലയോ? ഇവിടെ ഒരു കുറ്റി വെക്കാൻ നേച്ചു വേറെ വെക്കാൻ പോയേക്കുവാ. ഞാൻ സിലിണ്ടർ കുറ്റി വീട്ടിൽ കൊണ്ട് വെക്കാൻ പോയാ. അതാണോ ഇപ്പൊ കാര്യം? അത് പോട്ടെ. ഇപ്പൊ വിളിച്ച നമ്പർ ഇല്ലയോ? ആ നമ്പറിൽ ഒന്നുകൂടെ വിളിച്ചേ. അതപ്പോ നിങ്ങളുടെ നമ്പർ അല്ലേ? എന്റെ നമ്പർ തന്നെ. അത് ഞാൻ ഇവിടെ വന്നോന്ന് എനിക്കൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അത് കാര്യം എന്താണെന്നറിയാമോ? ഇതുപോലെ പല സ്ഥലത്തും എന്നെ കുറ്റിവെക്കാൻ വിളിച്ചിട്ടുണ്ട്. സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നില്ലെന്നാ ഇവരുടെയൊക്കെ പരാതി. അതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാ. നല്ല പാർട്ടി എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ അപ്പൊ ഈസ്റ്റ് എവിടാ? ഈസ്റ്റ് ഞാനിപ്പോ ഓർത്തോ അളിയോ ഇതുവോ അടക്കണ്ടോ? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോ അങ്ങനെയാണോ വിളിയേക്കുന്നേ? അളിയാ, ഒരു ഉപകാരം ചെയ്യാം അളിയാ. ഞാൻ അങ്ങ് മറന്നുപോയി. സജിയുടെ കടച്ചിട്ട് ഒരു ഈസ്റ്റ് മേടിച്ചത്. ഇപ്പൊ ഇവിടെ ഈസ്റ്റ് എന്നളിയാ 10-16 കുറ്റിയെ കണ്ട് വെക്കണം. ഇതെല്ലാം കൂടി ഇനി പതച്ച് പൊങ്ങാനാണോ പുളിച്ച് പൊങ്ങാനാണോ? അതാണോ ഞാൻ ചോദിച്ചത്? പിന്നെ ഇവിടെ പടിഞ്ഞാറല്ലോ കിഴക്ക്? എന്റെ മേശി ഇവിടെ കിഴക്ക് ആണോ? ചിലടത്തെ ദിക്ക് തിരിയും. അതുകൊണ്ടായോ ചോദിച്ചത്? വേണ്ടായോ? അപ്പൊ നീ ഇപ്പോഴും അതേ കാര്യം പിടിച്ചോണ്ടിരിക്കുവാന്നോ? അത് വേണ്ടല്ലേ, അത് വിട്ടേര്. പിന്നെ ഞാൻ പറഞ്ഞ ലിസ്റ്റും പ്രകാരമുള്ള സാധനമൊക്കെ വാങ്ങിച്ചായിരുന്നു. എല്ലാ സാധനവും ഉണ്ട്. വാഴയില ഉണ്ടോ? നീ ഇവിടെ ഇലയപ്പം ഉണ്ടാക്കാൻ പോ. എടാ, പഴം എന്തിയേ? ഞാൻ നിൽക്കുന്ന കണ്ടില്ലയോ? എന്താ ചുമ്മാ കളി, നല്ലൊരു ചാടകം നടക്കുവാളിയാ. എടാ, ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ പഴവും തേങ്ങയൊക്കെ എടുക്കാതെ ആ പ്ലാൻ ഇങ്ങോട്ടെ. മേശ്രി, ഇതാ പ്ലാൻ കേട്ടോ. നീ കാക്കക്കൂടാ പണിയുന്ന അതോ കെട്ടിടം പണിയാൻ പോവാ? വീട് കണ്ടിച്ചെത്തുവാ. പിന്നെ
അത് ഞാൻ പേന തെളിയുമ്പോൾ കുത്തി വരച്ച് നോക്കിയതാ.